ചേട്ടൻ ജീവിതത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണോ? എങ്ങനെയാണ് ഇമോഷൻസ്? മനസ്സിലാക്കിയ ഒരു പരിപാടി, ഞാൻ അതിന് മുമ്പ് ഭയങ്കര ഇൻവിസിബിൾ ആയിട്ടുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ 3ാമത്തെ കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടുകാരായിട്ടാണ് ഞങ്ങളെല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്നത്, എൻ്റെ മാമന്മാരും എല്ലാവരും. അപ്പം ഞാൻ ഈ 3ാമനായതുകൊണ്ടിട്ട് ബാക്കി എല്ലാവർക്കും 2 കുട്ടികളുള്ളൂ. അപ്പം എല്ലാ പ്രിവിലേജും ചേട്ടനും ചേച്ചിക്ക് വന്നു. ഞാൻ 3ാമൻ എപ്പോഴും റിജക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണം, ബസ്സിൽ സ്ഥലമില്ല, ടക്ക് ഞാൻ ഔട്ട്. 2 മക്കളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇപ്പം 2 പേര് മാത്രം പോകും. ശബരിമലക്ക് പോകുന്നു, 2 പേരെ മാത്രം കൊണ്ടുപോകാൻ പറ്റുള്ളൂ, 3ാമൻ ടക്ക് ഔട്ട്. എല്ലായിടത്തും ഞാൻ ഔട്ടായിരുന്നു. ഇപ്പം നമ്മൾ ആസ് എ പാരൻസ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കുട്ടികൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നു എന്ന് പറയുന്നത് അത് ചെയ്യാൻ അനുവദിക്കുക. അതെന്തുമായിക്കൊള്ളട്ടെ, വേറൊരാൾ ഉപദ്രവിക്കാത്ത പരിപാടിയാണെങ്കിൽ മറ്റേ സമ്മതിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്കൂളിൻ്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ. ഞാൻ പഠിക്കുമ്പോൾ ഇതിലും വേഴ്സായിരുന്നു. ഏറ്റവും നന്നായി പഠിക്കുന്ന ആളുകളുടെയാണ് ലൈഫ്, അവർക്കാണ് ജീവിത വിജയം, അവരാണ് ഏറ്റവും നല്ലതെന്നുള്ള തരത്തിൽ നമ്മുടെ ഒന്ന് പേരൊന്നും പറഞ്ഞുകൂടായിരുന്നു എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനൊന്നും. ഞാൻ 4 വയസ്സുള്ളപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചുട്ടുപൊള്ളണ വെയിലായിരിക്കും. ചുട്ടുപൊള്ളണ വെയിലത്ത് റോട്ടിൽ നിന്ന് നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പൊന്നും ഉണ്ടാവില്ല പലപ്പോഴും. ആ ടൈം മുതൽ നമ്മൾ തീയിൽ കുരുത്ത് വന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഞാൻ 5 വർഷം നാടകം കളിക്കുമ്പോൾ നാടകം മാത്രമേ കളിച്ചിട്ടുള്ളൂ. ആ ടൈമിന് സിനിമയിൽ അഭിനയിക്കാനോ സീരിയലിൽ അഭിനയിക്കാനോ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടിയത്. എടാ ചോദിക്കണോടാന്ന് പറഞ്ഞു എന്നോട്, അല്ലെങ്കിൽ നമുക്കൊരു അവസരം ചോദിക്കുക എന്ന് പറയുന്നത്. ഇന്ന് വരെ എനിക്ക് ആകെ പെരുമാനി എന്ന് പറയുന്ന ഒരു സിനിമയാണ് കിട്ടിയിരിക്കുന്നത് ചോദിച്ചിട്ട്. ഞാൻ 10-70 സിനിമ കൂടുതൽ ചെയ്തു. എനിക്ക് ഒരു സിനിമ കിട്ടിയിരിക്കുന്നത് വേറൊരു സിനിമയെന്ന് മാത്രം. എൻ്റെ ഒരു സിനിമ കണ്ടിട്ടാണ് എന്നെ അടുത്ത സിനിമയിലേക്ക് വിളിക്കുന്നത്. ഞാനൊരു സർക്കിളിലുള്ള ഒരാളല്ല, എനിക്കൊരു ഗ്രൂപ്പില്ല. അല്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്യണമെന്നുള്ള ആവശ്യം എൻ്റേത് മാത്രമാണ്, വേറെ ഒരാളുടെ അല്ല.